എൻ്റെ ചേച്ചി അവൾ പറ്റിച്ചതായിരിക്കും. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുമെന്ന് പതിഞ്ഞ സ്വരത്തിൽ ലിയ ലിനിയോട് പറഞ്ഞു. ആയിരിക്കാം, പക്ഷേ എനിക്ക് നിന്നോട് പറയാനുള്ളത് മറ്റൊന്നാണ്. നിനക്കറിയാലോ നമ്മുടെ പപ്പ എന്തിനാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന്? അറിയാം ചേച്ചി, പക്ഷേ റോണി അവനെന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവനെയും. ശരി, നീ അവനെ സ്നേഹിച്ചോ, പക്ഷേ നിന്റെ ലക്ഷ്യം മുഴുവൻ ഡാനിയൽ അങ്കിളിൻ്റെ സ്വത്തിലായിരിക്കണം. അതിനാദ്യം വേണ്ടത് അങ്കിളിൻ്റെ പ്രീതിയും വിശ്വാസവും നേടുക എന്നതാണ്. ലെനിയുടെ ശബ്ദം പതിയെ കടുപ്പം പ്രാപിച്ചു. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അങ്ങേർക്ക് ഏത് നേരവും നിദ്രമോളെ മതി. നിന്നെ അങ്ങേർക്ക് ഒരു വിലയുമില്ല. അത് മാറണം. ഇനി മുതൽ അങ്ങേരുടെ പ്രിയപ്പെട്ട മരുമകൾ അത് നീയായിരിക്കണം. അതിന് നിദ്രയെയും അങ്ങേരെയും തെറ്റിക്കണം. അവരുടെ ഇടയിൽ സംശയത്തിൻ്റെ മതിൽ ഉയരണം. അതോടെ സ്വാഭാവികമായും ഷോൺ അവളെയും കൂട്ടി ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകും. അപ്പോഴേ നമുക്കെന്തെങ്കിലും ഗുണമുണ്ടാവുള്ളൂ. അല്പനേരം നിശബ്ദമായി നിന്ന ശേഷം അവൾ കൈപ്പുള്ളൊരു ചിരിയോടെ പറഞ്ഞു. ആദ്യം എനിക്ക് ഷോണിനോട് ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനി വേണ്ട, നമുക്ക് വേണ്ടത് പണമാണ്. പക്ഷെ അവരെ സന്തോഷമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ചേച്ചി, അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടേ? ലിയ ആശങ്കയോടെ ചോദിച്ചു. ലിനി അവളെ സസൂക്ഷ്മമായി ഒന്ന് വീക്ഷിച്ചു. ഈ വീട്ടിൽ നിന്റെ സ്ഥാനം നീ ഉറപ്പിക്കണം. എല്ലാവരുടെയും കണ്ണിൽ നീ നല്ലവളാകണം, പ്രത്യേകിച്ച് ആ ഡാനിയൽ അങ്കിളിൻ്റെ. അതിനായി ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ വെക്കണം. ഡാനിയൽ അങ്കിളിൻ്റെ പ്രീതി സമ്പാദിക്കാൻ ആദ്യം കുഞ്ഞുണ്ടാവേണ്ടത് നിനക്കാ. അതേസമയം അവർക്ക് ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കാനും പാടില്ല. ചേച്ചി, ഞങ്ങൾ ഇതുവരെ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഇനിയും ചിന്തിക്കാലോ. ലിനി മന്ദഹസിച്ചു. നീങ്ങ് വന്നേ, നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ കളിയിൽ ജയിക്കണമെങ്കിൽ മുഖത്ത് സ്നേഹവും മനസ്സിൽ കണക്ക് കൂട്ടലുകളും വേണം. അതും പറഞ്ഞ് ലിനി ലിയെ അരികിലേക്ക് വിളിച്ചു. അവളുടെ കാതിൽ ആരും കേൾക്കാത്ത വിധം എന്തൊക്കെയോ മന്ത്രിച്ചു പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കും തോറും ലിയയുടെ മുഖത്ത് ആശങ്ക പതിയെ മാഞ്ഞു. അതിനു പകരം ഒരു നിഗൂഢമായ തിളക്കം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു. ആ നിമിഷം അവരുടെ മൗനത്തിനുള്ളിൽ തന്നെ ഒരു പുതിയ ഗൂഢാലോചനയ്ക്ക് തുടക്കമായിരുന്നു. നിദ്രയുടെ ആ ചാട്ടം കണ്ട് ഷോണിൻ്റെ കിളികൾ മുഴുവനും പറന്നുപോയി. അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അടഞ്ഞു തുറന്നു. അവൻ്റെ മേൽ അമർന്നു കിടന്ന നിദ്ര അവനെ ഇറുകെ പുണർന്നു. അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കുറച്ചു നേരം അവൾ അങ്ങനെ തന്നെ നിശബ്ദമായി കിടന്നു. ഈശോയെ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് എന്ന ഭാവത്തിൽ ഷോൺ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം അനങ്ങാതെ കിടന്നു. പതിയെ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇച്ചായ. അവൻ്റെ കവിളിൽ വിരൽ കൊണ്ട് മെല്ലെ തൊട്ടിളക്കിക്കൊണ്ട് അവൾ വിളിച്ചു. അവനിൽ നിന്നും മറുപടിയൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അവൾ അവൻ്റെ കോളറിൽ പിടിമുറുക്കി ഇത്തവണ കുറച്ചുറക്കെ വിളിച്ചു. ഇച്ചായ. ആ നിമിഷം അവൻ കണ്ണു തുറന്നു. അവൻ കണ്ണു തുറന്നത് കണ്ടതും കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കി. എന്നാൽ ഷോൺ അവളെ ശ്രദ്ധിക്കാതെ മുഖം വെട്ടിച്ചു കിടന്നു. അവൻ്റെ ആ അവഗണന നിദ്രയുടെ ഉള്ളിൽ ഒരു നിമിഷം ദേഷ്യം നിറച്ചു. എന്നെ നോക്കാൻ പോലും പറ്റുന്നില്ലേ എന്ന ഭാവത്തോടെ അവൾ പെട്ടെന്ന് അവൻ ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു. അടുത്ത നിമിഷം പൊട്ടിയ ശബ്ദത്തോടെ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഒന്നിന് പിന്നാലെ ഒന്നായി അടർന്നു വീണു. അവൻ്റെ അന്നേരത്തെ ആ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ട് നിദ്ര അവൻ്റെ കവിളിൽ ഒരു ഉമ്മ വെച്ചു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞ നിമിഷം കുറുമ്പോടവൾ മറ്റേ കവിളിലും ചുംബിച്ചു. അവളുടെ അധരങ്ങൾ അവൻ്റെ ചുണ്ടിലേക്ക് അടുക്കാൻ ഒരുങ്ങിയതും ഷോൺ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് അവളുടെ വായ് തൻ്റെ കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചു. ഇച്ചായ, കൈയെടുക്ക്, ഞാനൊരു ഉമ്മ വെക്കട്ടെ. തൻ്റെ വായിൽ അമർന്നിരുന്ന അവൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവൾ ഭാഷയോടെ പറഞ്ഞു. വേണ്ട. വേണം. വേണ്ട എന്ന് പറഞ്ഞില്ലേ? വേണം ഇച്ചായ, എനിക്ക് ഇച്ചായന് ഉമ്മ വെക്കണം. എനിക്കേ നിന്റെ ഉമ്മയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. അതെന്താ വേണ്ടാത്തേ? ഇത്തവണ അവൾ നാഗവല്ലി ടോണിൽ ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര തന്നെ. നീ മേലെ നിന്ന് എഴുന്നേറ്റെ. അവൻ്റെ വാക്കുകൾ കേട്ടതും നിദ്രയുടെ വാശി ഇരട്ടിച്ചു. ഒരു നിമിഷം പോലും വൈകാതെ അവൾ അവൻ്റെ നെഞ്ചിൽ കയറി കുത്തിയിരുന്നു. അവളുടെ ഇരുത്തം അവനെ മറ്റേതോ ലോകത്തേക്ക് എത്തിച്ചു. അനാവൃതമായ വയറ്,
ഇറക്കി വെട്ടിയ ബ്ലൗസിൻ്റെ കഴുത്തിൽ കൂടി കാണുന്ന അവളിലെ ക്ലീവേജ് അവന് അങ്ങോട്ട് നോക്കാതിരിക്കാനായില്ല. അവൻ എന്തെങ്കിലും പ്രവർത്തിക്കും മുൻപ് അവൻ്റെ നെറ്റിയിലും മൂക്കിലും താടിയിലും കവിളുകളിലുമായി അവൾ തുരുതുരാ ചുംബിച്ചു. അവളുടെ ആ കുട്ടിത്തം കലർന്ന വാശിയും കുറുമ്പും കണ്ട് എതിർക്കണോ ചിരിക്കണോ എന്നറിയാതെ ഷോൺ അവളെ നോക്കി നിന്നു. അവസാനം അടക്കി വെച്ചിരുന്ന ചിരി തോറ്റുപോയതുപോലെ അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചെറുപുഞ്ചിരിയായി വിരിഞ്ഞു. ആ പുഞ്ചിരി കണ്ടതും നിദ്രയുടെ കണ്ണുകൾ തിളങ്ങി. ആഹാ, ഇച്ചായൻ ചിരിച്ചല്ലോ എന്ന് വിജയഭാവത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി അവനെ ഇറുകെ പുണർന്നു. അടുത്ത നിമിഷം അവൾ അവൻ്റെ ഷർട്ട് അവനിൽ നിന്നും പൂർണ്ണമായും അഴിച്ചെടുത്തു. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ഓരോ രോമകൂപങ്ങളിലും അവളുടെ അതരങ്ങൾ അവനിൽ പ്രണയവർഷം തീർത്തു. പിന്നീടുള്ള അവളുടെ പ്രവൃത്തിയിൽ അവന് തൻ്റെ വികാരങ്ങളെ അടക്കി നിർത്താനായില്ല. അവൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞു പോയിരുന്നു. നിമിഷങ്ങൾ ഓരോന്നായി കടന്നുപോയി. അടുത്ത നിമിഷം അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ തെളിഞ്ഞു നിന്നത് എതിർപ്പിനേക്കാൾ കൂടുതൽ നിസ്സഹായമായൊരു സ്നേഹമായിരുന്നു. അവളുടെ കുറുമ്പും വാശിയും നിറഞ്ഞ ആ സാന്നിധ്യം ഷോണിൻ്റെ മനസ്സിലെ എല്ലാ പ്രതിരോധങ്ങളെയും പതിയെ അലിയിച്ചു കളഞ്ഞു. ഒരു നിമിഷം മുൻപ് വരെ അവളെ തടയാൻ ശ്രമിച്ചിരുന്ന അവൻ ഇപ്പോൾ അവളുടെ നെറ്റിയിലെ വീണ് കിടന്ന മുടിയിഴകൾ മെല്ലെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി കൊടുത്തു. ആ സ്പർശത്തിൽ നിദ്രയുടെ കണ്ണുകൾ മൃദുവായി വിടർന്നു. ഇച്ചായൻ എന്നോട് ദേഷ്യമില്ലല്ലോ അല്ലേ? കുഞ്ഞിനെ പോലെയുള്ള നിഷ്കളങ്കതയോട് അവൾ ചോദിച്ചു. ഷോൺ അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. നിന്നോട് ദേഷ്യപ്പെട്ട് നിൽക്കാൻ എനിക്കറിയില്ല എന്നവൻ മൃദുവായി മറുപടി നൽകി. അവൾ വീണ്ടും അവൻ്റെ കഴുത്തിൽ ചുംബിച്ചു തുടങ്ങി. നിത്തു മതിയടാ. അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മതിയോ? അവളുടെ കണ്ണുകളിൽ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത നിറഞ്ഞു. മതി. ഇല്ല, അതരം ചുളിച്ചുകൊണ്ട് അവൾ പതിയെ മറുപടി പറഞ്ഞു. എനിക്ക് ഇച്ചായനോട് സ്നേഹം കാണിച്ചാൽ മതിയാവില്ലെന്നേ. ഷോൺ അറിയാതെ ചിരിച്ചുപോയി. നിനക്ക് ഈ സ്നേഹമൊക്കെ എവിടെ നിന്നാ കിട്ടുന്ന നിത്തു? അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ വിരൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. പകരം അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ച് അവൻ്റെ ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് നിശബ്ദമായി കിടന്നു. ഇവിടെ നിന്നാ? കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ മെല്ലെ പറഞ്ഞു. ഈ ഹൃദയം എനിക്ക് സ്വന്തമാണെന്ന് തോന്നുമ്പോഴേ എനിക്ക് ഈ ചായനെ ഇങ്ങനെ ഒരുപാട് സ്നേഹിക്കാൻ തോന്നും. ആ വാക്കുകൾ ഷോണിൻ്റെ ഉള്ളിൽ എവിടെയോ സ്പർശിച്ചു. അവൻ അവളുടെ താടിയിലൊന്ന് തൊട്ട് മുഖമുയർത്തി. ഇന്നിനെ സ്നേഹിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് കിടന്നുറങ്ങിക്കോ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ തൻ്റെ മേലിൽ നിന്നും അടർത്തി മാറ്റി അവളെ ബെഡിൽ കിടത്തി അവളുടെ അരികിൽ ചേർന്ന് കിടന്ന് അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകൾ ഒതുക്കി കൊടുത്തു. പ്രണയത്തിനും അപ്പുറം വാത്സല്യത്തോടെ അവളുടെ മുഖത്തുകൂടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. അവൾ തൻ്റെ ഒരു കാലെടുത്ത് അവൻ്റെ മേലെ വെച്ചു അവൻ്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. അവളുടെ ആ കിടപ്പ് കണ്ട് അവന് ചിരി വന്നു. ഇച്ചായ, എന്തൊരു ചൂടല്ലേ. എന്നാ നമുക്കൊന്ന് കുളിച്ചാലോ? എന്നാ നമുക്ക് ഇച്ചായൻ പറഞ്ഞതുപോലെ കുളത്തിൽ പോയി കുളിക്കാം. അത് വേണ്ട. ഈ അവസ്ഥയിൽ അവളെയും കൊണ്ട് അങ്ങോട്ട് പോയാൽ ശരിയാവില്ല എന്ന് കരുതി അവൻ തടസ്സം പറഞ്ഞു. എന്നാ ഞാൻ കുളിക്കുന്നില്ല. അവൾ മുഖം വീർപ്പിച്ചു. എന്നാ വേണ്ട, ഉറങ്ങിക്കോ. എനിക്കിതൊന്നും വേണ്ട ഇച്ചായ, ചൊറിയുന്നു. അവൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് കഴിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അഴിച്ചു തരാം. ബ്ലൗസിന് മേലെ അമർന്ന അവളുടെ കൈ എടുത്ത് മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ അവളുടെ ബ്ലൗസിൻ്റെ ഓരോ ഹുക്കായി അഴിച്ചു മാറ്റവേ അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഇതും വേണ്ട. ബ്ലൗസ് അവളിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞില്ല. അവളുടെ ആ വാക്കുകൾ കേട്ട് അവൻ്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. എൻ്റെ നിത്തു, നീ എൻ്റെ കൺട്രോൾ കളയോ പെണ്ണെ? ഇച്ചായ, അങ്ങനെ പറഞ്ഞാൽ എന്താ?